ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഈസ് ഹെക്സഗണൽ പിരമിഡ് base 30 mm side and axis 65 mm long is resting on its base on the horizontal plane with two edges parallel to VP. It is cut by a section plane perpendicular to VP, inclined at 45 degree to HP and intersecting the axis at a point 25 mm above the base. Draw the front view, sectional top view, sectional side view and true shape of the section. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രൂ ഷേപ്പ് വരച്ചേക്കുന്നത് കാണാൻ പറ്റും അല്ലേ. ഇവിടെ ട്രൂ ഷേപ്പ് വരച്ചിട്ടുണ്ട്, കണ്ടോ. ഇത് ഒരു രീതിയിലാണ് ട്രൂ ഷേപ്പ് വരയ്ക്കുന്നത്. ഞാൻ വരപ്പിച്ചു തന്നത്, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത്ത് ഇവിടെ കണ്ടില്ല, ഈ ലെങ്ത്ത് എടുത്തിട്ട് ഞാൻ പാരലായിട്ട് ഇവിടെ വെച്ചിട്ട് താഴോട്ട് വരയ്ക്കുക ചെയ്തത്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ്സിൽ ചെയ്ത മെത്തേഡ്, ട്രൂ ഷേപ്പ് വരയ്ക്കാനുള്ള മെത്തേഡാണ് ഈസി. ഓക്കെ, എന്തായാലും അപ്പോൾ പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുത്തല്ലോ. ഇനി നമുക്കിതൊന്ന് ചെയ്യാം. ആദ്യം ഈ ഫിഗർ ഒന്ന് നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം അല്ലേ. ഇത് ബേസ് റെസ്റ്റിംഗ് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലെയിനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ടോപ്പ് വ്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ടോപ്പ് വ്യൂവിൽ അവർ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെക്സഗണിൻ്റെ 2 എഡ്ജസ് പാരലൽ ടു VP ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ട ഈ രീതിയിൽ എടുത്തേക്കുന്നത്. ഹെക്സഗൺ ഇങ്ങനെ വരച്ചേക്കുന്നത് കാരണം 2 എഡ്ജസ് പാരലൽ, ഇതൊന്ന് ഇത് 2 എഡ്ജസ് പാരലൽ ആക്കണണ്ട, ഇതും പാരലാക്കി വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഹെക്സഗൺ വരച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ഹെക്സഗണിൻ്റെ 120 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ഈ ഹെക്സഗൺ വരയ്ക്കുന്നു. പിന്നെ ഇത് ഹെക്സഗണൽ പിരമിഡാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഹൈറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെങ്കിൽ 65 എടുത്തിട്ട് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, പിന്നെ അതിന് ശേഷം കട്ടിംഗ് പ്ലെയിൻ ആണ്. കട്ടിംഗ് പ്ലെയിൻ എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്? ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ടു HP. പിന്നെ ഏതിൽ കൂടി പാസ് ചെയ്യണം? ആക്സിസ് അറ്റ് എ പോയിന്റ് 25 mm എബവ് ദ ബേസ്. അപ്പോൾ താഴേന്ന് 25 mm മുകളിൽ എടുത്തിട്ട് അതിൽ കൂടി വേണം കട്ട് ചെയ്ത് പോകാൻ. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈ സെക്ഷൻ പ്ലെയിൻ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അതുപോലെ തന്നെ ഈ ആക്സിസിൻ്റെ താഴേന്ന് 25 mm മുകളിലായിട്ട് ഉള്ള പോയിന്റിൽ കൂടി വേണം ഈ സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്ത് പോകാൻ. അപ്പോൾ ഇതിൽ കൂടി പോകുമ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ കുറേ എഡ്ജസ് കാണാൻ പറ്റില്ല. ഈ സ്റ്റാൻഡ് എഡ്ജിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്ത്. ആ കട്ട് ചെയ്ത പോയിന്റ്സ് ഒക്കെ നേരെ താഴോട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഓരോ സ്റ്റാൻഡ് എഡ്ജസും. ഓരോ സ്റ്റാൻഡ് എഡ്ജസിലും എവിടെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത് കണ്ട. 1 ഇവിടെ ഒന്ന് കട്ട് ചെയ്തു, ഇത് 7 ഇവിടെ കട്ട് ചെയ്തു. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇറഗുലർ ഹെക്സഗൺ കിട്ടും അല്ലേ. എന്നിട്ട് ഇത് ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷണൽ വ്യൂ ആയി. ഇനി സൈഡ് വ്യൂ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്നിട്ട് 45 ഡിഗ്രി ഇൻക്ലൈനിൽ വരയ്ക്കുക. എന്നിട്ട് പറഞ്ഞ പോലെ ക്ലാസ്സിൽ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഈ സൈഡ് വ്യൂ കിട്ടും. അപ്പോൾ അതാണ് ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രൂ ഷേപ്പ് വരയ്ക്കണം. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ ഞാൻ പഠിപ്പിച്ചു തന്നത് മെത്തേഡായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇതാണ് കുറച്ച് കൺഫ്യൂസിങ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഇതെന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ഓർമ്മയുണ്ടോ? എക്സ് വൈനെ ഹൊറിസോണ്ടലായിട്ട്. എന്നിട്ട് ഇവിടെയുള്ള ഈ പോയിന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ആ ലൈനിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻസ് താഴോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പടം ഇവിടെ കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് എങ്ങനെയാണ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു എക്സ് വൈ ലൈൻ വരയ്ക്കണം അല്ലേ. എക്സ് വൈ ലൈൻ വരച്ചു.
എപ്പോഴും ഈ എക്സ് വൈ ലൈനിൽ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി ഇത് ഹെക്സഗണൽ പ്രിസം ആണ് അല്ലേ. അപ്പോൾ ഹെക്സഗണൽ പ്രിസം രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാം ഹെക്സഗണിനെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഈ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമോ സെക്കൻഡ് ഓപ്ഷൻ എടുക്കുമോ? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 എഡ്ജസ് പാരലൽ ടു വി പി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് ഇൻക്ലൈൻഡ് ആണ്, ഇത് ഇൻക്ലൈൻഡ് ആണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇൻക്ലൈൻഡ് ആണ്, ഇൻക്ലൈൻഡ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ വി പിക്ക് പാരലൽ ആയിട്ടുള്ള കണ്ടീഷൻസ് എഡ്ജസ് ഇല്ല, പക്ഷെ ഇവിടെ 2 എണ്ണം പാരലാണ്. അപ്പോൾ നമ്മൾ ഇത് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ആ സെലക്ഷൻ പ്രോസസ്സും കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനമെടുത്തു. ഇനി നമുക്ക് പടം വരയ്ക്കാം. അപ്പോൾ ഹെക്സഗണങ്ങൾ വരയ്ക്കുന്നു. ഹെക്സഗൺ ഹെക്സഗൺ വരച്ചു അല്ലേ. ഇനി ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പോൾ ഇതിവിടെ പിരമിഡാണ്. നമ്മൾ വരച്ചു. ഇവിടെ പോയിന്റ്, പിരമിഡ് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ സെക്ഷൻ പ്ലെയിൻ പേര് കൊടുക്കണം അല്ലേ. അപ്പോൾ എ ബി സി ഡി ഇ എഫ് എന്ന് നമ്മൾ പേര് കൊടുത്തു. അതുപോലെ ഇതിന് O എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ്, എഫ് ഡാഷ്, ഇതൊക്കെ ഈ എഫ് ഡാഷും ഇ ഡാഷും ബ്രാക്കറ്റിലാണ്, കാരണം ഇത് പുറകിലാണ് അല്ലേ. ഇവിടെ നോക്കുമ്പോൾ എ ബി സി ഡി കാണാൻ പറ്റുള്ളൂ. ഇത് O ഡാഷ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആക്സിസ് വരയ്ക്കണം നമുക്ക്. ആക്സിസ് വരയ്ക്കുമ്പോൾ അല്ലേ, ഇനി ഈ ആക്സിസിൽ കൂടി ആണ് എന്ത് പോകുന്നത്, കട്ടിംഗ് പ്ലെയിൻ പോകുന്നത്. കട്ടിംഗ് പ്ലെയിൻ എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാ? 45 ഡിഗ്രി ഇൻക്ലൈൻഡ് HP ആണ്. അതുപോലെ തന്നെ ഇന്റർസെക്റ്റിംഗ് ദ ആക്സിസ്, ഇതാണ് ആക്സിസ് അറ്റ് എ പോയിന്റ് 25 mm എബോവ് ദ ബേസ്. അപ്പോൾ ഇവിടെ നിന്ന് 25 mm എടുക്കുക. ഇവിടെ നിന്ന് 25 mm എടുത്തിട്ട് അതിൽ കൂടി വേണം സെക്ഷൻ പ്ലെയിൻ പാസ്സായി പോകാൻ. അപ്പോൾ ഇതാണ് 25. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? 45 ഡിഗ്രി ഇൻക്ലൈനിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രി ഇൻക്ലൈൻ. ഈ ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ടാണ് കട്ട് ചെയ്യണത് അല്ലേ. ഈ കോർണറിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് കട്ട് ചെയ്യണത്. അതുപോലെ ഇവിടെ ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മുടെ കട്ടിങ് സെക്ഷൻ പ്ലെയിൻ വരച്ചു. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റിൽ ഇത് ജോയിൻ ആയിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ ഇവിടെ ഒരു ഈ പോയിന്റിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ, ഇത് എ ഡാഷ് ബി ഡാഷ് ആണല്ലേ. എ ഡാഷ് ബി ഡാഷിലും കട്ട് ചെയ്തിട്ടുണ്ട്, എ ഡാഷ് എഫ് ഡാഷിലും കട്ട് ചെയ്തിട്ടുണ്ട് ഈ പോയിന്റ് അല്ലേ. അതല്ലേ സൂചിപ്പിക്കുന്നത്. ഇവിടെ എ ഡാഷ്, ഇത് ബി ഡാഷും എഫ് ഡാഷും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡാഷ് ബി ഡാഷിലും ഉണ്ട്,
അതുപോലെ എ ഡാഷ് എഫ് ഡാഷിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ താഴോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെയും മുറിഞ്ഞിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ പോയിന്റ്. പിന്നെ വരുന്നത് ഏതാ? പിന്നെ വരുന്നത് ഇവിടെയാണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒ ബിയിലും ഒ എഫിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒ ബി. അപ്പോൾ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് ഒ എഫ്. ഇതുണ്ട്, ഒ എഫിലും കട്ടായിട്ടുണ്ട്, ഒ ബിയിലും കട്ടായിട്ടുണ്ട്. പിന്നെ വരുന്ന പോയിന്റ് ഏതാ? ഇവിടെയാണ് അല്ലേ. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒ സിയിലും ഉണ്ട്, ഒ ഇയിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ലൈൻ വരയ്ക്കുമ്പോൾ ഒ ഇയിലും ഉണ്ട്, ഒ സിയിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഒ സിയിലും ഉണ്ട്, ഒ ഇയിലും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഉള്ളൂ, അത് ഒ ഡിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിവിടെ നിന്ന് നേരെ വരച്ച് കഴിഞ്ഞാൽ ഒ ഡിയിൽ കിട്ടി. അപ്പോൾ നമുക്ക് കുറേ പോയിന്റ്സ് കിട്ടി അല്ലേ. അപ്പോൾ ആ പോയിന്റ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതായത് ഈ ഇവിടെ കിട്ടിയ പോയിന്റ് നമുക്ക് എ ബിയിലുള്ളതിന് 1 എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഇത് 1 ആയി. പിന്നെ ഈ ബിയിൽ വരുന്നത് 2 എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഇത് 2 ആയി. പിന്നെ ഇവിടെ കട്ട് ചെയ്തത് 3 ആയി, ഇവിടെ കട്ട് ചെയ്ത് 4 ആയി, ഇവിടെ കട്ട് ചെയ്തത് 5 ആയി, ഇവിടെ കട്ട് ചെയ്തത് 6 ആയി, ഇവിടെ കട്ട് ചെയ്തത് 7 ആയി. കണ്ടോ? അപ്പോൾ ഇവിടെയുള്ള ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഇവിടെ ഇങ്ങനെ വരും, ഇത് ഇവിടെ വരും, ഇത് ഇവിടെ വരും, ഇത് ഇവിടെ വരും, ഇത് ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു 7 സൈഡുള്ള ഒരു ഫിഗർ കിട്ടുന്നത് നമുക്ക് ഹാച്ച് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ നമുക്കത് കിട്ടി. ഇനി ഇതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാൻ എന്ത് ചെയ്യണം? സൈഡ് വ്യൂ വരയ്ക്കാൻ വീണ്ടും ഇവിടെ സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കുക, എന്നിട്ട് ഇവിടെ വരയ്ക്കുക, ലൈൻ വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് ആദ്യം ഈ ഹെക്സഗണൽ പിരമിഡിന്റെ സൈഡ് വ്യൂ വരയ്ക്കണം. അപ്പോൾ ആദ്യം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അതുപോലെ എയും ഡിയും ഇവിടെ കിട്ടും. എയും ഡി എക്സ്റ്റെൻഡ് ചെയ്യും, ബിയും സിയും എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം. ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ നിന്ന് തന്നെ അല്ലേ. എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇവിടെ എ കിട്ടി, ഇവിടെ എ കിട്ടി. ഇനി ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ബി ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് നേരെ മുകളിലോട്ട് പോകാം. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബി എവിടെയാ? ഇവിടെ തന്നെ. അപ്പോൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു, ഇത് ബി ആയി. അതുപോലെ സിയും അതേ ബിയും സിയും സെയിം ലൈൻ തന്നെ. ഇവിടെ വന്നു, സി ഇവിടെ വന്നു, അപ്പോൾ സി ആയി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ സി ബിയുടെ പുറകിലാണ് സി, അപ്പോൾ സി ബ്രാക്കറ്റിൽ. ഓക്കെ. പിന്നെ ഡി ഇവിടെ വന്നു, ഈ ഡി ഇവിടെ വന്നു, അപ്പോൾ ഡി ഇവിടെ. അതും ഇവിടെ നിന്ന് നോക്കുമ്പോൾ എയുടെ പുറകിലാണ് ഡി, അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ. പിന്നെ ഇവിടെ ഇയും എഫും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് എഫ് വന്നു, എഫ് ഇവിടെ നിന്ന് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എഫ് എവിടെ? ഇതിൻ്റെ പുറകിലാണ്. അപ്പോൾ ഇവിടെ എഫ്, അതായത് ഇവിടെ എഫിൻ്റെ പുറകിലാണ് ഇ, അപ്പോൾ ഇ ഇവിടെ. ഇതൊക്കെ സൈഡ് വ്യൂ ആയതുകൊണ്ട് ഡബിൾ ഡാഷ് ആണ്. ഓക്കെ. പിന്നെ ഒ ഈ സെൻറ്ററിൽ കൂടി വന്ന് നേരെ മുകളിലോട്ട് വന്നു, ഇവിടെ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഒ ഡബിൾ ഡാഷ് ആയി. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്തു, ഇത് ജോയിൻ ചെയ്തു അല്ലേ, ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 1 നിന്ന് എടുക്കുക, 1 നിന്ന് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ ഈ 1 കണ്ട, ഇവിടെ ലൈൻ വരയ്ക്കുക, അപ്പോൾ 1 ഇവിടെ കിട്ടും. അതുപോലെ 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക,
2 ഇവിടെ കിട്ടും. അപ്പം ഞാൻ വരച്ചു കഴിഞ്ഞാൽ കുറച്ച് കറക്റ്റ്നെസ് ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരും, ഇവിടെ ഇങ്ങനെ വരും, പിന്നെ ഇവിടെ വരും, പിന്നെ ഇവിടെ വരും, പിന്നെ ഇവിടെ വരും, പിന്നെ ഇവിടെ വരും. കേട്ടോ, ഇതേപോലത്തെ ഒരു ഫിഗർ കിട്ടും. ഇവിടെ നിന്ന് വരയ്ക്കണം. ഇതെല്ലാം ഇവിടെ നിന്ന് 1 കൊണ്ടുവരിക, ഇവിടെയും 1 ഉണ്ട്, ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടെ നിന്ന് 1 കൊണ്ടുവന്നു, ഈ 45 ഡിഗ്രിയിൽ വന്നു, ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു. വരച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് ഹാച്ച് ചെയ്യാം. അപ്പോൾ സൈഡ് വ്യൂയും കിട്ടി. ഇനി ട്രൂ ഷേപ്പ് വരയ്ക്കാൻ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ വേറെ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് കണ്ടോ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത്, ആ ലെങ്ത് നമ്മൾ സ്കെയിലിൽ മെഷർ ചെയ്തതിന് ശേഷം അതെടുത്ത് ഇവിടെ വരയ്ക്കുക കറക്റ്റായിട്ട്. ആ ലെങ്ത് ഹൊറിസോണ്ടലായിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ, ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ഈ 1, 2, പിന്നെ ഇവിടെ 3, 4, 5, 6 ഈ പോയിന്റ്സ് ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഈ ലെങ്ത്താണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എടുത്തു, അതെടുത്തിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് 2, 3, 4 എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കണം. സ്ട്രെയിറ്റ് ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക. അപ്പം ഇവിടെ ഇതൊക്കെ എന്തൊക്കെയാ? 1, 2, 3, 4, 5, 6, 7 ഒക്കെ കിട്ടും അല്ലേ? ഇവിടെ എന്തൊക്കെയാണോ പേരുള്ളത് ആ പേര് മൊത്തം ഇവിടെ കാണിക്കണം. എന്നിട്ട് വേറെ ഒന്നുമില്ല, ഈ 1 എന്നുള്ള ലൈൻ ഈ 1 എന്നുള്ള ലൈൻ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. ഇവിടെ നിന്ന് 1, ഇവിടെ നിന്ന് 2, ഇവിടെ നിന്ന് 2, ഇവിടെ നിന്ന് 3, ഇവിടെ നിന്ന് 3. അങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടും. വരച്ച് നോക്കിയാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. ഇതായിരിക്കും ഇതിൻ്റെ ട്രൂ ഷേപ്പ്. വരച്ച് നോക്കണം, തീർച്ചയായിട്ടും വരച്ച് നോക്കണം കേട്ടോ, എന്നാലും ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കുക.